മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹോപഹാരം, കുടുംബജീവിതം കൂടുതൽ മാധുര്യകരമാക്കുവാൻ ഈ മധുരമൊഴി എന്ന ചെറിയ ശുശ്രൂഷ, ശാലോമിൻ്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ ഒത്തിരി പേരെ സഹായിക്കുന്നെന്നറിയുന്നതിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറി ചേട്ടനാണ്. ജോർജ് ഗ്ലോറി ചേട്ടനെ പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ജോർജ് ചേട്ടാ സ്നേഹപൂർവ്വം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഉള്ള കുടുംബം ഇന്ന് പാലായിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. ബഹുമാനോട് ബോബച്ചൻ ചേട്ടനും കുടുംബമാണ്. ചേട്ടൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ മാത്യു എന്നാണ്. അഡ്വക്കേറ്റാണ്. വിളിക്കുന്നത് ബോബച്ചൻ എന്നാണ്. ഭാര്യ ടെസ്സി. ഞങ്ങൾക്ക് 4 മക്കളാണ്. മാത്യൂസ്, അന്ന, മിറിയം, ജോസ്. ചേച്ചി ഒന്ന് വീടും നാടും ഇടവകയൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ പാലാ രൂപതയിൽ നിന്നും ഭരണങ്ങാനം ഇടവകയിൽ നിന്നാണ് വരുന്നത്. അൽഫോൻസാമ്മയുടെ സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം സ്ഥലക്കാരാണ്. അതെ അതെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മധുരകരമായ മധുരമൊഴിയിലേക്ക് സ്നേഹ സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത്, ബ്രദറായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു നല്ലൊരു മനോഹരമായ അനുഭവമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഒരു ഹൈന്ദവനായിരുന്നു. ഒരു അച്ഛനൊരു ഹൈന്ദവൻ കൂട്ടുകാരൻ വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഒരു ദൈവാനുഭവവും ഒരു ദൈവിക വിശ്വാസവും ഒരു ദൈവ ആശ്രയത്തെയൊക്കെ ഒത്തിരി ഉണ്ടാകുവാനായിട്ട് ഈ ഹൈന്ദവനായ സഹോദരൻ ഒത്തിരി കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ എന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോയിട്ടുണ്ട്, ഒത്തിരി പള്ളികളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങൾ വിശുദ്ധ ബലിക്കായിട്ട് ഒരു പ്രത്യേക ദേവാലയത്തിൽ കയറി. വിശുദ്ധ ബലി അതിൻ്റെ അവസാന ഭാഗമായപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി, ഞാൻ ലോവലെന്നല്ല, ഞാൻ പാൻറ് ഷർട്ടിലുമായിരുന്നു. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ മധ്യത്തിലൂടെ നടന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോയി. സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് എൻ്റെ പഴയ സ്ഥാനത്ത് നിന്നപ്പോഴേക്ക് ഞാൻ മുട്ടുകുത്തി കരങ്ങളൊക്കെ കൂപ്പി പിടിച്ച് ദൈവത്തിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഈശോയ്ക്ക് നന്ദി പറയുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന രാഹുൽ ചേട്ടനാണ് ഞാൻ വിളിക്കുന്നത്. രാഹുൽ ചേട്ടൻ പതുക്കെ എൻ്റെ കൂപ്പി പിടിച്ച കരങ്ങൾ തുറന്നെടുത്തിട്ട് എൻ്റെ വലതുകരം അദ്ദേഹത്തിൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നൊക്കെ ചുറ്റും ആരെങ്കിലും കാണുന്നു, കുർബാന ഇടയ്ക്ക് കൈ കോർത്ത് പിടിച്ചതിൻ്റെ നാണക്കേടൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പതുക്കെ ചേട്ടാ കൈവിട് എന്ന് പതുക്കെ പറഞ്ഞു. ചേട്ടൻ വിടുന്നില്ല. ചേട്ടൻ വലിയ ദൈവാനുഭൂതിയിൽ ലയിച്ച് നിൽക്കുകയാണ്. ഞാൻ പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ല. ഞാനത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ചേട്ടാ എന്ത് മണ്ടത്തര കാണിച്ചത്, നാട്ടുകാരുടെ വെച്ച് ഇങ്ങനെ കാണിക്കാവോ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ വലിയ സുഹൃത്തുക്കളേക്ക് ഇരിക്കും, എന്നാലും അവിടെ വെച്ചൊക്കെയാണ് കൈ കൊടുത്ത് പിടിക്കണ്ടേ. അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് എന്നെ ശരിക്ക് കരയിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ജെറിനെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എത്ര ഭാഗ്യവാനായിട്ടാണ് മടങ്ങി വരുന്നത്. നീ കർത്താവിനെ അപ്പത്തിൻ്റെ രൂപത്തിൽ നാവിലേക്ക് സ്വീകരിച്ച് ഹൃദയത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് വരുമ്പോൾ ഞാൻ കൊതിയോടാണ് നോക്കിയിരിക്കുന്നത്. എനിക്ക് പല കാരണങ്ങളാൽ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ആ ഈശോയെ നമ്മൾ ഈശോയെ കരങ്ങളിലാണ് സ്വീകരിച്ചത്, നീ ആ തൊട്ട കരത്തി പിടിച്ചിട്ടെങ്കിലും ആ ഒരു ദൈവാനുഭവം എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ തമ്പുരാൻ നമിച്ചു. ഇത്രയും വലിയ വിശുദ്ധ കുർബാനയെ പറ്റിയിട്ട ക്ലാസ് ഞാൻ ധ്യാനത്തിന് ഞാൻ കേട്ടിട്ടില്ല, എങ്ങും എനിക്ക് കിട്ടിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ചെറിയൊരു സംസാര വിഷയം. വിശുദ്ധ കുർബാനയുടെ നമ്മുടെ ജീവിതത്തിലുള്ള പങ്ക്, ഒരു കുടുംബത്തിൽ പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രസക്തിയും ഏറ്റവും കൊടുക്കേണ്ട പ്രാധാന്യത്തെയും പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ബോബച്ചേട്ടൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. നമുക്ക് ഇതിലേക്കൊന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ക്രമപ്പെടുത്തുന്നതിനെ പറ്റിയുമൊക്കെ ഒന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ആദ്യം ഇങ്ങനെ ഈ കുർബാനയിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന അങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഒരു ദേവാലയത്തിന് മുമ്പിൽ കൂടെ, ഒരു ചാപ്പലിന് മുമ്പിൽ കൂടെ സ്ഥിരമായിട്ട് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും കാണാൻ പോകുന്നതാണ് ദിവസവും. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ പോകുന്ന ദിവസം ഇങ്ങനെ അതിലെ അങ്ങ് കടന്നുപോയി. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു ചിന്ത തോന്നി, ഏതായാലും കാണാൻ പോകാം, അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നാലും 1 മണിക്കൂർ കഴിഞ്ഞ് ചെന്നാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പിന്നെ ഇവിടെ കയറി കുർബാനയെ പങ്കെടുത്ത് ചങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ 1-2 ദിവസം അങ്ങനെ പോയി പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് കുറേ ഭയങ്കര റിലീഫും ഭയങ്കര ഒരു ആശ്വാസവും ഒരു ശക്തിയൊക്കെ നമുക്ക് കിട്ടുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് സ്ഥിരമായിട്ട് അങ്ങനെ അത് പതിയെ അങ്ങ് നോക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ശരിക്കും അതിൽ വളരെ ലയിച്ച് നിന്ന് നമ്മുടെ എല്ലാ വിഷമങ്ങളും
നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് ആ ഒരു കുർബാനയിൽ അങ്ങോട്ട് ലയിച്ചങ്ങോട്ട് പതിയെ പതിയെ അതിനോടൊരു അറ്റാച്ച്മെൻ്റായി. ശരിക്കും നമുക്കത് സ്നേഹം തോന്നി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അതിങ്ങനെ തുടർന്ന് ഇപ്പം അതൊരു ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട്, ഇത് 17ാമത്തെ വർഷത്തിലേക്കാണ്, ഒറ്റ ദിവസം പോലും ദിവ്യബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കാനായിട്ട്. 16 വർഷമായിട്ട് ഒരിക്കൽ പോലും വിശുദ്ധ ബലി മുടക്കിയിട്ടില്ല എന്നുള്ളത് അത് നമ്മളെ എല്ലാവരെയും തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തെ, നമ്മളൊക്കെ കുഞ്ഞു കാര്യങ്ങളുടെ പേരിലൊക്കെ പോലും വിശുദ്ധ ബലി മുടക്കുമ്പോഴത്തേക്ക്. മാത്രമല്ല, ഞാൻ പലപ്പോഴും ഈ വല്ല കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ കുർബാന മുടക്കാതെ തന്നെ മറ്റേത് അഡീഷണൽ അങ്ങനെ ചില ദിവസം ഞാൻ 3-4 കുർബാനയിലൊക്കെ പങ്കെടുത്ത രാവിലത്തെ കുർബാന മുടക്കില്ല എന്നുള്ളത് അല്ല, സാധാരണഗതിയിൽ മുടക്കില്ല. ഇനി അതുപോലെ എന്തെങ്കിലും ഇനി ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റു കുർബാന ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. എങ്കിലും ചിലപ്പോൾ രാവിലെ പോകാത്ത ദിവസങ്ങളിൽ വൈകിട്ടായിരിക്കാം പോകുന്നത്. ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ട്രിവാൻഡ്രത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വൈകിട്ട് 5:30 മണി പാളയം പള്ളിയിലാണ്, വൈകിട്ട് 5:30 മണിക്ക്. പിന്നെ ലൂർദ് പള്ളിയിലും ഉണ്ട്. അപ്പോൾ ആ കുർബാന പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് തിരിച്ചെത്തുമ്പോൾ ഒരുപക്ഷെ രാത്രിയൊക്കെ വന്നാലും എനിക്കത് ഒഴിവാക്കാനായിട്ട് ഒരിക്കലും. അല്ല ബോബച്ച ഇത്രയ്ക്ക് തീക്ഷ്ണതയോടെ ഈ കുർബാനയെ സംബന്ധിച്ച് അടങ്ങുള്ളൂ എന്നൊരു വാശിയോടെ എന്ന് പറഞ്ഞ പോലെ നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഇങ്ങോട്ട് കിട്ടാറുണ്ടോ? തിരിച്ച് ഇങ്ങോട്ട്, അതായത് ഈ കാര്യത്തിൽ, അതായത് മറുപടി ആയിട്ട് തമ്പുരാൻ ചില കാര്യങ്ങൾ ഒരുക്കി തരാറുണ്ടോ എന്നുള്ളത് വന്നിട്ട് ഒരു പ്രാവശ്യം പല ഞാൻ ഒപ്പം ഓർക്കുന്ന ഒരു കാര്യം, ഏഞ്ചൽസ് ആർമിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വാഴൂർ CMA തന്നെ അനുഗ്രഹ എന്ന് പറയുന്ന ഒരു സെൻ്ററുണ്ട്. അവിടെ പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് അന്ന് കുർബാന അവിടെ വൈകിട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി, ഈശോയെ മുടങ്ങിപ്പോകുന്നല്ലോ. പിന്നെ ഞാൻ ഓർത്ത് ഒരു പക്ഷേ ദൈവം അനുവദിക്കുന്നതായിരിക്കും, ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വൈകിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ കിടക്കാനായിട്ടുള്ള സമയം നഷ്ടപ്പെടുമ്പോഴത്തേക്കും അന്ന് ട്രിവാൻഡ്രത്തു നിന്നൊരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛനന്ന് ബലി അർപ്പിച്ചിരുന്നില്ല. അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു, ഇനി ആരെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് അങ്ങ് മനസ്സിൽ വന്ന ഒരു ഭയങ്കര ഒരു സന്തോഷം. ശരിക്കും ഓർക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കര എന്താ പറയുക, ഒരു ഹൃദയം ചേച്ചി. ഇത് ഭർത്താവായ ബോബച്ചേട്ടൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് കുർബാനയുടെ കാര്യത്തിൽ മസിൽ പിടിച്ച് തന്നെ സ്വയമായിട്ട് പോകുമ്പോഴത്തേക്ക് കൗണ്ടർ പാർട്ടായ ചേച്ചിക്ക് ഇക്കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവാതെ സാധ്യതയില്ലല്ലോ. അപ്പോൾ ചേച്ചിയും മക്കൾ 4 പേരാണല്ലോ, മക്കളൊക്കെ പഠിക്കുന്ന മക്കളാണല്ലോ. അപ്പോൾ മക്കൾ 4 പേരും ചേച്ചിയും ഒക്കെ അതെങ്ങനെ ഈ ഒരു കാര്യത്തിൽ എങ്ങനെ ഒരു തീർച്ച ഉണ്ടാക്കിയെടുക്കുന്നു? ഞാൻ 8 വർഷമായിട്ട് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കുർബാനയ്ക്ക് മുടക്കം വന്നിട്ടുണ്ടെങ്കിലും 8 വർഷമായിട്ട് മുടങ്ങാതെ തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ ഭാര്യ 8 വേണമല്ലോ, പകുതിയെങ്കിലും. അല്ല, ഞാനിപ്പം ആണുങ്ങളുടെ വശത്ത് നോക്കുമ്പോൾ തന്നെ ആണുങ്ങൾ കുറച്ചുകൂടെ രാവിലെ അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 4 കുട്ടികളും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും അല്ലെ ഭർത്താവിൻ്റെ ചോറ് പൊതി ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ സ്ത്രീകൾക്ക്. അതെങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നേരിടുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാരണം 8 മണിയാകുമ്പോഴത്തേനും എല്ലാവർക്കും റെഡി ആകണം. അപ്പം പലപ്പോഴും ഈ ഒരു മണിക്കൂർ 7 മണിയാകുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ വരും. 6ൻ്റെ കുർബാനയ്ക്കാണ് പോകുന്നത്. 7 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ 4 പേർക്കും ടിഫിൻ കെട്ടണം, അവരെ ഒരുക്കി വിടണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷെ അതെല്ലാം കർത്താവ് തന്നെ വളരെ മനോഹരമായിട്ട് അതെല്ലാം ക്രമീകരിച്ച് തരുന്നുണ്ട്. അമ്മച്ചിമാരൊക്കെ ബേർഡാണ്, മക്കളെയും ഭർത്താവിനെയൊക്കെ ജോലിക്ക് വിടാനുള്ളത് കൊണ്ട് സാധാരണഗതിക്ക് കുർബാന നഷ്ടപ്പെടുത്താൻ ആഗ്രഹത്തോടെ ഒന്നുമല്ല എങ്കിലും വിഷമത്തോടെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ അമ്മമാരാണ്. ഒരു കാര്യം കൂടെ പറയാ, ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങളൊക്കെ എല്ലാം ടേസ്റ്റും വേണം. അപ്പോൾ അതിൽ എല്ലാവരും ഇല്ലെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നതും. ഞങ്ങൾക്ക് വളരെ പിള്ളേർക്കെല്ലാം ഞങ്ങൾ വളരെ ചുറ്റും കൂടി ഉണ്ടാക്കി തരുന്നതുകൊണ്ടായിരിക്കും ടേസ്റ്റ് കൂടുതൽ. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും കാണണം. കാരണം എനിക്ക് ബോബച്ചൻ്റെ 17 വർഷത്തേക്കാൾ അത്ഭുതം തോന്നുന്നത് ചേച്ചിയുടെ 8 വർഷത്തിനാണ്. 8 വർഷത്തെ കുറിച്ച്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കത്തോലിക്ക സഭയുടെ ശക്തിയും ഏറ്റവും വലിയ ഊർജ്ജം എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ രാവിലെകളിലൊക്കെ സാരിയുടെ തുമ്പൊക്കെ എടുത്ത് തലയിലേക്ക് ഇട്ട് ദേവാലയത്തിലേക്ക് ജപമാലയൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മമാർ തന്നെ. ഞാൻ ആദ്യമായിട്ട് ദേവാലയത്തിലേക്ക് കുഞ്ഞായിരുന്നപ്പോൾ പോയി തുടങ്ങിയത് വെല്ലുമ്മച്ചിയുടെ കൗണിയുടെ ഒക്കെ സൈഡിൽ പിടിച്ചോണ്ടാണ്. വെല്ലുമ്മച്ചി കൊന്തയൊക്കെ എത്തിച്ച് വെല്ലുമ്മച്ചിക്ക് ടോർച്ചടിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് കുഞ്ഞാൾ പള്ളിയിൽ പോയിക്കൊടുക്കുന്നത്, അമ്മച്ചി ഉരുണ്ട് വീടായിരിക്കാൻ വേണ്ടി. കാരണം ഈ അമ്മമാരാണ്, അമ്മമാരുടെ വിശുദ്ധ ബലിയും അവരുടെ പ്രാർത്ഥനകളൊക്കെയാണ് ശരിക്കും തിരുസഭയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്മമാരെ പറ്റി പറഞ്ഞുകൊണ്ട് എനിക്ക് വേറൊരു അമ്മമാർ ഓർമ്മ വരുന്നുണ്ട്.
എൻ്റെ വീട് മഠത്തിന് തൊട്ടടുത്തായിരുന്നു. CMC അമ്മമാർ, കർമ്മലീത്ത അമ്മമാരുടെ വീടിന് തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ മഠത്തിന് ഒരു അല്പം നടന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഞാൻ രാവിലെ മഠത്തിന് മണി അടിക്കുന്ന കേട്ടിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകാനൊക്കെ ഇറങ്ങുന്ന സമയം. അപ്പോൾ പള്ളിയിലേക്ക് ഒരു 1/4 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ കൃത്യം ടൈമിങ് നോക്കി, ഈ അമ്മമാർ ഇവിടെ നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്ക് അവരോട് കമ്പനി അടിച്ച് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ കുഞ്ഞുനാളിൽ നമ്മൾ അവരുടെ കൊടക്ക് കീഴിൽ പോവുകയും അവരുടെ സൈഡിൽ കൂടി നടന്നു പോവുകയും ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, കറുത്തോടിപ്പോട് ചേർന്ന് പോകുക എന്നുള്ളത്. അപ്പോൾ ഞാനാണ് വളരെ ദാഹിച്ച് പോകിച്ച് എല്ലാ ദിവസവും ഓടി അടുക്കി ചെല്ലും. ഒരു അക്ഷരം മിണ്ടത്തില്ല. ഇവർ നമ്മളെ നോക്കും, ചിരിച്ച് കാണിക്കും. എന്നിട്ട് വീണ്ടും രണ്ട് സ്വർഗീയ അനുഭൂതി ലയിച്ച് കയ്യിൽ കൊന്തേക്കത്. ഇവരെന്ത് ടീമുകളാണ്! നമ്മളൊരു കൊച്ചു പയ്യൻ രാവിലെ ഓടി എന്നാൽ അമ്മമാരുടെ ഗുഡ് മോർണിംഗ് ഒക്കെ അവർ സ്തുതിയൊക്കെ കൊടുത്ത് ഒരക്ഷരം മിണ്ടത്തില്ല. അവർ പള്ളിയിലേക്ക് പോകും. പള്ളി ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് പള്ളി കുർബാനയൊക്കെ കഴിയുമ്പോൾ എന്നാൽ ഇത് കഴിഞ്ഞിട്ടെങ്കിലും മിണ്ടിക്കൊണ്ട് പോരാലോ. ഇവരാരും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരത്തില്ല. ഇവരെല്ലാം കുർബാന കഴിയുമ്പോൾ പിന്നെ അവിടെ കണ്ണൊക്കെ അടച്ച് കുറച്ച് ഇറങ്ങി ഇരിപ്പാ. ഇവർ ഈ അമ്മമാർക്കൊന്നും മനുഷ്യരുടെ സ്നേഹം പോലും ഇല്ലേ. പക്ഷെ പിന്നീട് ഇച്ചിരി പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചില അമ്മമാരൊക്കെ പറഞ്ഞു തന്നത്, സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു തന്നത്, കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പോണം. ആ ഹൃദയത്തിൽ മുഴുവൻ പ്രാർത്ഥനകൾ ചൊല്ലി, സുഹൃദൈവങ്ങൾ ചൊല്ലി, ഏറ്റവും മനോഹരമായിട്ട് ഈശോയെ ഒരുക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തെ ഒരുക്കി പോകണം. തിരിച്ച് കുറച്ചു നേരം കുർബാന കഴിഞ്ഞിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ആ ദിവ്യകാരൻ, നമ്മുടെ ഹൃദയമാണല്ലോ പിന്നീടുള്ള സക്രാരി, ആ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ആദ്യ സിസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞെങ്കിലും പിന്നീട് വലിയൊരു പാഠം പഠിച്ചു. ജോർജിയനിലേക്ക് ആ ഒരു ചോദ്യം വെക്കുന്നത്, ഈ ഒരു ഒരുക്കം, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഒരുക്കം, അതിനുശേഷം വിശുദ്ധ കുർബാന ദിവ്യബലി അർപ്പിച്ചിട്ട് നമ്മൾ ജീവിതബലി അർപ്പിക്കാൻ വേണ്ടി പോകുകയാണല്ലോ. അവിടെ നിന്ന് ബലി തീരുന്നില്ലല്ലോ. അവിടെ ആ ബലിക്കലിൽ നമ്മൾ തൊട്ട് സ്തുതി പറഞ്ഞിട്ട് നമ്മൾ ജീവിതബലിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ ഒരു രണ്ട് ഒരുക്കവും അതിനുശേഷമുള്ള കാര്യവും അതെങ്ങനെ ഒന്ന് ഏറ്റവും മനോഹരമായിട്ട് അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് തോന്നുന്നു നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ അതിനൊരു ചിട്ടയോ ഒരു ക്രമമോ ഒരു നിയമാവലിയോ ഉണ്ടാകും. നമുക്കറിയാം നിയമങ്ങൾ കൊണ്ട് മനുഷ്യൻ മടുത്തിരിക്കുക. ഇനി എന്തെങ്കിലും നിയമം ഉണ്ടാക്കുന്നതിനകത്ത് എനിക്ക് എനിക്ക് തരാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണ് കുർബാന എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ആ സ്നേഹം, അതിൻ്റെ പുറകിലെ ആ ത്യാഗമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കത് വേണ്ട വിധത്തിൽ ഒതുങ്ങാനുള്ള ഒരു ആസ്തപ്പാട് അത് തന്നെയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത 2 കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് അവരെന്നോട് വന്ന് ചോദിച്ച, അതായത് LKG UKG പഠിക്കുന്ന കാലത്ത് അവരെന്നോട് വന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈശോപ്പം കടിക്കുമ്പം ഈശോയ്ക്ക് വേദനിക്കുകയല്ലേ എന്ന്. അപ്പോൾ അവർ കുർബാന സ്വീകരിക്കുന്നവരോട് ചോദിച്ചാലല്ലേ വിവരം അറിയത്തുള്ളൂ എന്ന് വെച്ചാൽ എന്നെ വിളിച്ച് സൗകര്യത്തിന് കിട്ടിയ ഒരു സമയത്ത് അവർ എൻ്റെ 2 വശം ഇരുന്നുകൊണ്ട് ചോദിച്ച ചോദ്യമായത്. പെട്ടെന്ന് ഒരു വാക്കിൽ നമുക്ക് മറുപടി, ഈശോയ്ക്ക് വേദനിക്കൊന്നുമില്ല, അത് ഗോതമ്പപ്പം അല്ലേ എന്ന് പറഞ്ഞാൽ കുർബാനയിലുള്ളവരുടെ മുഴുവൻ വിശ്വാസവും ഞാൻ വെട്ടിക്കളയുക. അപ്പോൾ അവർക്കിപ്പോൾ അറിയാം കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് ദൈവം അനുഗ്രഹിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കാനെങ്കിലും എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. എന്ത് പറയും? പെട്ടെന്ന് എനിക്ക് തോന്നിയ പെട്ടെന്ന് തമ്പുരാൻ എന്നെ നയിച്ചു എന്ന് ഞാൻ കരുതല്ല, എനിക്കങ്ങനെ ഒരു ബുദ്ധി വരാൻ വഴിയില്ല. ഞാൻ പെട്ടെന്ന് ഇവരെ 2 പേരെയും കെട്ടിപ്പിടിച്ചു. എന്തുകൊണ്ടാണ് ഡായി ഇങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിച്ചത്? ഡായിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഞാൻ തിരുത്തി കൊടുത്തു, സ്നേഹമുള്ളതുകൊണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ അമർത്തി, ഇപ്പോഴോ ഡായിക്ക് ഒത്തിരി ഇഷ്ടം അല്ല, ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട് എന്ന് തിരുത്തി. അടുത്ത ഇത് ഞാൻ പറഞ്ഞവരോട്, മക്കളെ, നമ്മൾ എത്ര സ്നേഹമുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ചാലും വിട്ട് കഴിയുമ്പം പോകും. ഒരിക്കലും വിട്ടുപോകാത്ത പോലെ ഒരു കെട്ടിപ്പിടുത്തം, ഒരാലിംഗനം നമ്മളോട് ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ഈശോ കുരിശിൽ മരിക്കാൻ വരെ തയ്യാറായി. അത്ര വലിയ സഹനത്തിലൂടെ കടന്നുപോയാണ് ഈശോ നമ്മളെ എന്നേക്കുമായിട്ടുള്ള ഈ കെട്ടിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുവരുന്നത്. വാസ്തവം നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർക്കുക, എൻ്റെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടെ ഈ കഷ്ടതകൾ മുഴുവൻ അനുഭവിച്ചതും ഈ എൻ്റെ ഒരു കെട്ടിപ്പിടുത്തത്തിന് വേണ്ടിയാണ്. എന്നേക്കുമായിട്ട് ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുർബാനയ്ക്ക് ഒരുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞു തരേണ്ടതില്ല. ഈ സ്നേഹത്തിലേക്കാണ്, ഈ വലിയ ത്യാഗത്തിലേക്കാണ്. ഇമ്മാനുവലാകാൻ വേണ്ടിയിട്ട് കുരിശിലേറിയവൻ അവൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നു. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ത്യാജ്യഗ്രാഹ്യ വിവേചനം കൃത്യമായും കിട്ടും. ഏത് വേണം ഏത് വേണ്ട എന്ന് നമുക്ക് തന്നെ അറിയാമായിരിക്കും. എനിക്കൊന്ന് ആ അനുഭവത്തിലും അനുഭൂതിയിലും ആയിരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെക്കാൾ. പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ ജോർജ് ചേട്ടൻ കെട്ടിപ്പിടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് കർത്താവിന് കുരിശ് എന്ന് പറഞ്ഞ ഉദ്ധാനം എന്ന് പറഞ്ഞൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ അവർ മനസ്സിലാക്കുന്ന എവിടുന്നാ? പേരൻസിന്റെ മുഖത്തിൽ നിന്നാണ്. കുഞ്ഞ് ആദ്യമായിട്ട് വിശുദ്ധ ബലി കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞ് ആദ്യമായിട്ട് വിശുദ്ധ ബലി കാണുന്നത് അച്ഛൻ ഉയർത്തുന്ന അപ്പത്തിൽ നിന്നല്ല.
കുഞ്ഞ് ആദ്യമായിട്ട് വിശുദ്ധ ബലി കാണുന്നത് അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖത്തു നിന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം പണ്ട് എനിക്കൊന്നൊരു പ്രശസ്തനായ ധ്യാനഗുരു വിൻസെൻ്റ് അച്ഛൻ അച്ഛൻ ഞാൻ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ആരാധന ഏറ്റവും മഹത്തരമാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുഖം കണ്ടപ്പോഴാണ്. അച്ഛൻ വിശുദ്ധ കുർബാന എടുത്തിരുമ്പോൾ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ എല്ലാ ഭാവങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കാൻ പോകുന്നു. ഞാനും കുമ്പിട്ടു. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും വിശുദ്ധ ബലി സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോയി ഒരുമിച്ച്, നമ്മളത് പണ്ടൊരിക്കൽ പറഞ്ഞതാണ് എങ്ങനെ പിള്ളേരെ ദേവാലയത്തിൽ കൊണ്ടുപോയി ഏറ്റവും മനോഹരം, പഴയൊരു മധുരമഴ എപ്പിസോഡ് നമ്മൾ ചെയ്തു തന്നെയാണത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ മാതാപിതാക്കളുടെ മാതൃകാപരമായ കുഞ്ഞു ശീലങ്ങൾ. ഞാനിപ്പം എൻ്റെ മോളോട് ഞാൻ പറയണ്ട, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ഇപ്പോൾ 2 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ പറയായിരുന്നു, നീ പള്ളിയിൽ പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് മാത്രമല്ല, കുർബാന സ്വീകരിക്കാൻ നേരത്ത് സാധാരണ സ്ത്രീകൾ ചെയ്യാറുള്ളൊരു കാര്യം ഭർത്താവിനെ കുഞ്ഞിനെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ അമ്മയോ ആരാ കൂടെ ഉള്ളവരെ ഏൽപ്പിച്ച് സൗകര്യമായിട്ട് പോവുക. നല്ല കാര്യമാണ്, കുറച്ചുകൂടെ ഭക്തിയോടെയൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ അത് ചെയ്യരുത്. ആ കൊച്ചു നിൻ്റെ കയ്യിലിരിക്കട്ടെ, ആ കൊച്ചു കാണട്ടെ നീ കുർബാന സ്വീകരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ആ കൊച്ചിനെ നീ ഒന്ന് കൊതിപ്പിക്കുക, ആ കൊച്ചിനെ നീ ഒന്ന് കൊതിപ്പിക്കുക, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് നിന്നോട് ചോദിക്കാൻ പാകത്തിന്. ചേട്ടാ ഇതൊരു പുരോഹിതന്റെ വിഷമമാണ് കേട്ടോ ഇത്. ഞാൻ എത്ര കുഞ്ഞുങ്ങളാണെന്നറിയാവോ, പിള്ളേർ കൊതിയോടെ നാവ് നീട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നാക്കിൽ കുരിശെങ്കിലും വരച്ചു കൊടുത്തിടാം. ഞാൻ പിന്നെ പിള്ളേർക്ക് നെറ്റിൽ കുരിശ് വരച്ചു കൊടുത്തിടും. കാരണം എന്തോരം കുഞ്ഞുങ്ങളെ കൊതിയോടെ ഒരു ദിവസം തന്നെ ഒരു കുഞ്ഞ് 5 പ്രാവശ്യം എൻ്റെ അടുക്ക വന്നു. അപ്പച്ചൻ്റെ കൂടെ, അമ്മച്ചിൻ്റെ കൂടെ, പിന്നെ വല്യപ്പച്ചൻ്റെ കൂടെ, വല്യമ്മച്ചിൻ്റെ കൂടെ, പലരുടെ കൂടെ എന്നാലെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് തരാമോ? കാരണം പിള്ളേർക്ക് അത്ര കൊതിയാണ്. കാരണം അമ്മയും അപ്പനും അതുപോലെ ട്രെയിൻ ചെയ്ത അത് സ്നേഹം തോന്നാനായിട്ട് മാതാപിതാക്കളുടെ ട്രെയിനിങ്ങിനേക്കാൾ വലിയൊരു മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇക്കാര്യത്തിൽ. കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് വിശുദ്ധ കുർബാനയുടെ മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ 84-ാം സങ്കീർത്തനം 3-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, കുരുകിൽ പക്ഷി ഒരു കൂടും, മീവൽ പക്ഷി അതിൻ്റെ കുഞ്ഞിന് ഒരു അഭയകേന്ദ്രവും അൾത്താരയിൽ ബലിപീഠത്തിൽ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ആ ഒരു വചനം എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ ഏറ്റവും ശക്തമായ ഒരു വചനം. ആ ബലിപീഠത്തിന് ശക്തി, എല്ലാത്തിനും ഉത്തരം തരുന്ന സ്ഥലം, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആകുലതകൾക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടിയാണ് എൻ്റെ അൾത്താര എന്ന് ഒരു കുഞ്ഞിലെ മുതൽ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും. അവൻ ആദ്യം ഓടി വരുന്ന വിശുദ്ധ ബലിയുടെ മുമ്പിലേക്കായിരിക്കും, എന്ത് സാഹചര്യത്തിൽ കടന്നു പോയാലും. അതുകൊണ്ട് ഈ ഒരു അഭയകേന്ദ്രം, അൾത്താര എൻ്റെ അഭയകേന്ദ്രം, വിശുദ്ധ ബലി എൻ്റെ എല്ലാത്തിനുമുള്ള ഉത്തരം, എൻ്റെ ഏറ്റവും വലിയ ആരാധന. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയതോ അല്ല ജീവിതത്തിൽ കിട്ടിയതുമായിട്ടാണ് അഭയകേന്ദ്രം. ഇതാണ് എൻ്റെ അവസാന സ്ഥലം. ബോച്ചൻ അങ്ങനെ എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാനായിട്ടുണ്ടോ? ഞങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികളും ഞങ്ങളോട് എൻ്റെ കൂടെ വരുമായിരുന്നു. ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുട്ടികളുടെ പ്രായമാവുന്നതനുസരിച്ച് അവർ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഈ വിശുദ്ധ ബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ, അവർക്ക് പിന്നെ ചെറിയ വല്ല അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മുടങ്ങുന്നതല്ലാതെ അവർക്കും മടിയില്ലായിരുന്നു. അപ്പനും മക്കളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നത് കണ്ട് അയൽവക്കത്തുള്ള പല കുട്ടികളും അവരുടെ പേരൻസ് ബലിയിൽ പങ്കെടുക്കാൻ ശീലമാക്കി എല്ലാവരും മനോഹരമായിരിക്കുന്നു. ബോബിച്ചേട്ടൻ ഇങ്ങനെ ഈ ആശ്വാസം, തമ്പുരാൻ്റെ അൾത്താര ആശ്വാസം തരുന്നു എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും? പലതുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ ഓരോ ദിവസം ചിലപ്പോൾ നമുക്ക് അന്ന് ഇപ്പോൾ ചിലപ്പോൾ പണത്തിന് അത്യാവശ്യമായിരിക്കും. അപ്പോൾ നമുക്ക് പണം അവിടെ നിന്ന് കിട്ടുമല്ല. നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ പണം കിട്ടുമല്ല. പക്ഷെ നമ്മുടെ വിഷമങ്ങൾ, ഇന്ന ആവശ്യങ്ങൾ നമ്മൾ ആവശ്യം പറയാമെന്നുള്ളതല്ല, ശരിക്കും ഈശോയോട് ചേർന്ന് നമുക്ക് ആ ഒരു ശക്തി ആണ് അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തി കിട്ടും. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല വാസ്തവത്തിൽ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി വിശുദ്ധ ബലി പങ്കെടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു കാര്യ സാധനത്തിന് വേണ്ടി 9 ദിവസം കുർബാന എന്നുള്ളതല്ല, നൊവേന എന്നുള്ളതല്ല. മറിച്ച് എൻ്റെ തമ്പുരാൻ്റെ ബലി ഞാൻ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും ഒരുങ്ങിയും ഏറ്റവും ഭയഭക്തിയോട് സ്വീകരിച്ച് ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ എല്ലാം അറിയുന്നു. അത് ശരിക്കും ഉറപ്പാണ്. ഇന്ന് വരെ ജീവിതത്തിൽ അങ്ങനെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. തന്നെയല്ല, അതൊരു ജീവിത ശൈലിയായി മാറി. ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ആ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പലപ്പോഴും ആഘോഷങ്ങളും ഒരുപാട് യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് എന്ന നിലയിൽ അല്ലാണ്ട് അതല്ല, അത് നമ്മൾ പോകണമല്ലോ, ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ ഈ വിനോദ ഫ്രണ്ട്സിൻ്റെ അല്ല റിലേറ്റീവ്സിൻ്റെ ഒക്കെ നമുക്ക് പല ദീർഘയാത്രകളും ഒക്കെ പലപ്പോഴും നമുക്ക് ചാൻസ് അങ്ങനെ കിട്ടിയെങ്കിലും നമുക്ക് അവിടെ പോയാൽ കുർബാനയ്ക്ക് ഒരു പക്ഷേ പങ്കെടുക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പല യാത്രകളും.
പല ആഘോഷങ്ങളും. ചേട്ടാ ഇതല്ലേ ഈ വെളുത്ത രക്തസാക്ഷിത്വം നമ്മൾ പറയുന്നത്? നമ്മുടെ ചിരിച്ചോണ്ടിരിക്കുക എല്ലാവരും എല്ലാം നേടാൻ വേണ്ടിയാണ് നോവേനയ്ക്ക് പോകുന്നതും പള്ളിയിൽ പോകുന്നതും കുർബാന സമയം. ഇത് നഷ്ടപ്പെടാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക, അതൊരു ആത്മീയതയുടെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ അഭിമുഖ്യതാണ്. ഈശോയിലേക്ക് വന്നിട്ട് കിട്ടി എന്ന് പറയുന്നവർ ശരിക്കും ശിഷ്യന്മാരല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈശോയിലേക്ക് വന്നിട്ട് 12 പേര് വന്നിട്ട് ഒന്നും നേടിയിട്ടില്ല. ആദ്യ ബലി കൂടി പോയി ആരും ഒന്നും നേടിയിട്ടില്ല. എല്ലാവരും ജീവിതം ഉൾപ്പെടെ കളഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വളരെ ഉന്നതമായ എനിക്കത് പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റാത്തൊരു സംഭവം പോലെ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചക്കാരിലും കുറേയേറെ പേര് ചിലപ്പോൾ കാരണം ഞാൻ ആ കാഴ്ചക്കാരുടെ കൂട്ടം നിൽക്കുക. ഞാൻ പറയുക കുറെ നേടാനും നമുക്ക് സാധിക്കുന്നത് ആധ്യാത്മികതയുടെ ഒരു തട്ടുകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം ഇതാണ്. ഞാൻ കുർബാന സ്വീകരിച്ചു വന്ന് മുട്ടുകുത്തി ആദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു. പരിശുദ്ധിയാണ് നമുക്ക്. എനിക്കൊരു വിശ്വാസമുണ്ട് ചോദിച്ചാൽ കിട്ടുമെന്ന്. പക്ഷെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ നേരത്തെ കരുതിക്കൂട്ടി പറഞ്ഞാൽ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അന്നേരം ഓർത്തില്ലെന്ന് വരും. ആ ഒരു കുഴപ്പം ഒഴിവാക്കിയാൽ അവിടെ ചോദിച്ച മിക്ക കാര്യങ്ങളും കിട്ടിയെന്ന് വളരെ നല്ലൊരു ഏറിയ കൂറും കിട്ടിയെന്ന് തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ഒരു തലമുണ്ട് കുർബാനയ്ക്ക്. പക്ഷേ അതല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ബോബച്ചൻ പോകുന്നു പറയുന്നത് പോലെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരേണ്ടത്. ആദ്യപടിയിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ മറ്റു ഭാഗം നല്ലതായിരിക്കും. എൻ്റെ ഈ ഭാഗം നല്ലതാണ്. ഏഞ്ചൽസ് ആർമി മാഗസിനിൽ സിസ്റ്റർ ആലിസ് പ്രസന്ന, പഴയ കോളേജ് അധ്യാപികയൊക്കെയാണ് മൂവാറ്റുപുഴയിൽ. അപ്പോൾ സിസ്റ്റർ എഴുതിയ മനോഹരമായ അനുഭവമുണ്ട്. സിസ്റ്റർ ഒരു മലയോര പ്രദേശത്ത് കുടിയേറിയപ്പെട്ട ഒരു ഫാമിലിയിലെ അംഗമായിരുന്നു. അപ്പോൾ കുഞ്ഞുനാളിൽ ദേവാലയത്തിൽ പോകാൻ കുറേ ദൂരമുണ്ട്. അപ്പോൾ മടിയൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേക്കാനും പോകാനും ഒക്കെ മടിയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമാണ് അതിനേക്കാൾ രസം. മോളെ, ഇവിടെ അടുത്ത് ആശുപത്രി ഒന്നുമില്ല, ഒരു പള്ളിയേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കോളാം. കാരണം അത് മെഡിസിനൽ കൂടിയാണ്. എല്ലാത്തിനും മറുപടി തരുന്ന ഇടമാണ് ദേവാലയം എന്നും എല്ലാത്തിനും ഉത്തരം നൽകുന്ന സ്ഥലമാണ് അൾത്താര എന്നും ബാല്യം മുതൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിരാശയുടെ കാര്യമൊന്നുമില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ദേവാലയത്തിൽ കൂടി പോകാൻ വിശുദ്ധ അൾത്താരയിൽ തുടങ്ങി. ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നമ്മൾ ചെറിയ കുഞ്ഞു കൂട്ടായ്മയിലൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്ന് നിൽക്ക്, ഒന്ന് അൾത്താരയിൽ തൊട്ട് ഒന്ന് നിൽക്ക്, ഒന്ന് ചുംബിച്ച്. കുഞ്ഞുങ്ങൾ മുഖമൊക്കെ അങ്ങ് വിടരുന്ന കാണണം. അൾത്താരിൽ തൊടാൻ പറ്റുമല്ലോ, അൾത്താരിൽ സ്പർശിക്കാൻ പറ്റുമല്ലോ, ഈശോ അടുത്ത് കാണാൻ പറ്റുമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ശക്തിയായി മാറുന്നതും ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം. തീർച്ചയായിട്ടും അച്ഛനത് മനസ്സിലാക്കിയതിനകത്ത് ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം ഒരു അൽമായനെ സംബന്ധിച്ചോളം അത്രയും അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കർത്താവിലേക്ക് വരാനിടയായ ആ സംഭവ പരമ്പരകളുടെ ഒരു ഭാഗത്ത് എനിക്ക് വലിയൊരു ദൈവാനുഭവം ഉണ്ടായത്, എന്നെ ശുശ്രൂഷിച്ച വൈദികൻ, എൻ്റെ ആത്മീയ ഗുരു എന്നെ വിളിച്ചുകൊണ്ടുപോയി അച്ഛൻ്റെ തിരക്ക് മൂലം അൾത്താരയ്ക്കും സക്രാരിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൊണ്ട് ഇരുത്തി. നീ ഇവിടെ ഇരുന്നോ, ആരും നിന്നെ കാണുകയില്ല. കാരണം പള്ളിക്കകത്ത് എപ്പോഴും വിസിത്ത കഴിക്കാൻ ആളുകൾ ഇങ്ങനെ വന്നു കയറുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ നിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് സക്രാരിക്കും അൾത്താരയ്ക്കും ഇടയ്ക്ക് അച്ഛൻ നിൽക്കുന്ന ആ ചെറിയ ഗ്യാപ്പിലേക്ക് എന്നെ കൊണ്ട് അവിടെ ഇരുത്തി. പറ്റിപ്പോയെന്ന് വെച്ചാൽ എന്നെ അവിടെ ഇരുത്തിയ കാര്യം അച്ഛൻ മറന്നുപോയി. ഇത് രാവിലെ 8:30 ആയപ്പോൾ എന്നെ കൊണ്ട് ഇരുത്തി. എന്നിട്ട് ബോറടിക്കുമ്പം വായിച്ചോ എന്ന് പറഞ്ഞൊരു ബൈബിളും എൻ്റെ തന്നിട്ടുണ്ട്. വാസം പറഞ്ഞാൽ അവിടെ വെളിച്ചമില്ല, വായിക്കാൻ മാത്രമൊന്നും. ഏതായാലും അതും കെട്ടിപ്പിടിച്ച് ഈ സക്രാരിയുടെ മുമ്പിൽ ആയിരിക്കുമ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മൂഡിലൊന്നും ആയിരുന്നില്ലെങ്കിലും ഞാൻ വല്ലാതൊരു അസ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ. കാരണം ഞാൻ ആത്മഹത്യയുടെ വിളിമ്പിൽ നിന്നും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വീഴുന്നതിനിടയ്ക്ക് നടക്കുന്ന ഒരു സംഭവമാണിത്. അവിടെ ഞാനിരിക്കുമ്പം എൻ്റെ ഏറ്റവും വലിയ അനുഭവം ഇതായിരുന്നു. സക്രാരിയുടെ ഇത്രയും അടുത്ത് തൊട്ടുകീഴെ ബലിപീഠത്തെ ചാരിയാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഓർത്തിരുന്നു. 1.5 മണി കഴിയുമ്പോഴാണ് അച്ഛൻ എൻ്റെ കാര്യം ഓർക്കുന്നത്. അത്രയും മണിക്കൂർ സമയം അവിടെ ഇരുന്നു. ഞാൻ ഓർക്കുന്നു, എന്നിൽ മാറ്റം സംഭവിച്ചത് അവിടെ വെച്ചായിരിക്കാം. അവിടെ വെച്ചായിരിക്കാം. 1:30 അച്ഛൻ വന്ന് വെച്ചാൽ എൻ്റെ പേരെടുത്ത് പള്ളിയിൽ നിന്ന് ഉറക്കം വിളിക്കുക, എൻ്റെ പൊന്നു മോനെ നിൻ്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ എന്ന്. പക്ഷേ അച്ഛൻ്റെ ആകൃതി എനിക്കില്ലായിരുന്നു. ഞാൻ സന്തുഷ്ടനായി വരികയായിരുന്നു അവിടെ ഇരുന്നു. ഇത് തന്നെയാണ് ആ തിരുവചനം 84 സങ്കീർത്തനം 84:3 പറയുന്നത്. കുരുകിൽ പക്ഷി അതിനൊരു കൂടും, മിയുൽ പക്ഷി അതിൻ്റെ കുഞ്ഞിനൊരു അഭയകേന്ദ്രവും ബലിപീഠത്തിൽ കണ്ടെത്തിയെന്നുള്ളത്. എല്ലാത്തിനും മറുപടി നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന, സ്നേഹിപ്പിക്കുന്ന ഒരിടം. നമുക്കൊരു ചെറിയൊരു ഭാവം കൂടി പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂദാശകളുടെ കൂദാശ എന്നാണ് വിശുദ്ധ കുർബാനയെ പറ്റി തിരുസഭ പറഞ്ഞു പഠിപ്പിക്കുന്നത്. തിരുസഭയുടെ ചാക്രിക ലേഖനങ്ങളും പിതാക്കന്മാരും ഒക്കെ കൂദാശകളുടെ കൂദാശ, ഏറ്റവും വലിയ കൂദാശ, ഈശോയെ മുഴുവനായിട്ട് നമുക്ക് സ്വീകരിക്കുന്ന കൂദാശ. ഈ ഒരു കൂദാശകളുടെ വലിയൊരു അനുഭവം നമുക്ക് വിശുദ്ധ ബലിയിൽ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ജോർജ് ചേട്ടൻ അതിനെപ്പറ്റി എന്ത് പറയുന്നു? കുഞ്ഞുങ്ങൾക്ക് മാത്രം കുടുംബത്തിന് മൊത്തത്തിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് വിശുദ്ധ ബലിക്കൊക്കെ അർപ്പിക്കാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ സങ്കടം വന്നിട്ടുണ്ട്. ശരിക്കും
കുഞ്ഞുങ്ങളൊക്കെ ചില സമയത്ത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ വിശുദ്ധ ബലിക്ക് മാതാപിതാക്കൾ താമസിച്ചു. ഞാൻ ഒരിക്കലും സൺഡേ സ്കൂളിൻ്റെ കുർബാനയ്ക്ക് എനിക്ക് പരസ്യമായിട്ട് പറയേണ്ടി പോലും വന്നു, ദയവ് ചെയ്ത് മാതാപിതാക്കൾ താമസിച്ച് വരാനാണെങ്കിൽ സൺഡേ സ്കൂൾ കുർബാനയ്ക്ക് വരരുതേ, കാരണം കുഞ്ഞുങ്ങൾക്ക് മോശമായ ഒരു മാതൃക കൊടുക്കുന്നു അല്ലെങ്കിൽ അതുപോലത്തെ. പക്ഷെ അത് ജോർജ് അതങ്ങ് നോക്കിക്കാണുന്നു. കൂദാശയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, ദ പ്രയോറിറ്റി, നമ്മൾ ഇതിന് നമ്മളങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അതിനേക്കാൾ നമ്മൾ രാവിലെ വിശുദ്ധ ബലിക്ക് പോകുന്നത് പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കറിയാം രാവിലെ വിശുദ്ധ ബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കൂദാശയുടെ പ്രാധാന്യത്തെ പറ്റി ജോർജ് ചേട്ടൻ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ആ ബോധ്യം ഉണ്ടാകും. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ബോധ്യം, നമുക്കില്ലാത്ത ബോധ്യമൊന്നും നമുക്ക് പിള്ളേർക്ക് പകർന്നു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും പറ്റിയല്ല. നമ്മൾ വെറുതെ അതിനുവേണ്ടി കാര്യമില്ല. നമുക്ക് വാചകങ്ങൾ പറയാവുന്നല്ലാതെ അങ്ങോട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ ദിവ്യബലിയോട് വേണ്ടത്ര അടുത്ത് വന്നിട്ടില്ലെങ്കിൽ അതിന് വേറെ ആരും ഉത്തരവാദിയല്ല, ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി, പിന്നെ എൻ്റെ ഭാര്യയും. എനിക്ക് തോന്നും അപ്പൻ പോകുന്നത് കണ്ടിട്ടാണ് മക്കൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അവര് പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ അവര് എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ അവർ ചാടി എഴുന്നേക്കും. ഞാൻ കൺഫ്യൂസ് ചെയ്യാണ്. ഞാനൊക്കെ കുഞ്ഞിലെ കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഞാൻ +2 വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഒത്തിരി വലിയ നന്മയൊന്നും ചെയ്തിട്ടില്ല ഒത്തിരി. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ രാവിലെ കിടത്തി ഉറക്കത്തില്ല. പള്ളി പോകാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ അനുവാദമില്ല. അതുകൊണ്ടൊക്കെ നിർബന്ധിക്കപ്പെട്ടൊക്കെ നമ്മൾ കുറേ ദേവാലയത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുറപ്പാണ്, വിശുദ്ധ കുർബാനയും കുടുംബം എന്ന സബ്ജക്റ്റ് ഇവിടെ ചർച്ച ചെയ്ത് തീരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും മറ്റൊരു എപ്പിസോഡും കൂടി ഉറപ്പായിട്ടും വിശുദ്ധ കുർബാന ഒരു കുടുംബത്തിലുള്ള പ്രസക്തിയെപ്പറ്റി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഒരു മനോഹരമായ ഒരു അനുഭവം പങ്കുവെച്ചിട്ട് എന്നെ ഒത്തിരി, ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവൻ എന്ന നിലയിൽ എൻ്റെ മനോഹരമായ ഒരു പട്ടത്തിന് മുമ്പുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു വെല്ലിച്ചൻ്റെ അനുഭവമാണത്, എൻ്റെ നേരിട്ടുള്ള അനുഭവമല്ല. ഒരു തൃശ്ശൂർ രൂപതയിൽ ഇപ്പോൾ പ്രീസ്റ്റ് ഹോമിൽ, പ്രായമായ അച്ഛന്മാർ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന ഒരു വെല്ലിച്ചൻ സീറോ മലബാർ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സുസ്തി, കർത്താവിൻ്റെ ബലിപീഠമേ സുസ്തി. അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നു, ഇനി ഞാൻ വരുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് വൈദികൻ അൾത്താരയിൽ ചുംബിക്കുന്നു. ഈ അച്ഛൻ എല്ലാ ദിവസവും അൾത്താരെ ചുംബിക്കും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ തലപ്പൊക്കിയിട്ട് പതുക്കെ പറയും, ഞാൻ ഇനിയും വരും. പുരോഹിതൻ പറ, അവർ പുരോഹിതനെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. വെല്ലിച്ചനെ സംബന്ധിച്ച് ഞാൻ ഇനിയും വരും, നാളെയും വരും, എനിക്ക് നാളെ വന്നേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ അൾത്താരുള്ള കൊതി, അടങ്ങാത്ത ദാഹം, ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു ആത്മാവിൻ്റെ ദാഹം. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ആത്മാവ് അങ്ങേ തേടും എന്നൊക്കെ പറയുന്നതിൻ്റെ ശരിക്കുള്ളൊരു പൂർണ്ണ രൂപം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഈ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കൊതി ജനിക്കട്ടെ എന്നുള്ള ആഗ്രഹം. എല്ലാവരും ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കട്ടെ. ഏറ്റവും കൊതിയോടെ ഏറ്റവും പുലർകാലം തന്നെ ദേവാലയത്തിലേക്ക് ഒരുങ്ങി വന്ന്, എങ്ങനെ ഒരുങ്ങി വരാം? ഏറ്റവും മനോഹരമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചെറിയ ജപമാലയൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഒരു കർണക്കൊന്തയൊക്കെ ചൊല്ലി ഒരുങ്ങി വരാം. അല്ലെങ്കിൽ തലേദിവസം വൈകുന്നേരം തന്നെ ഒന്ന് ഓർത്തൊരുങ്ങാം. ചിലരൊക്കെ ഒരുങ്ങുന്ന കണ്ടിട്ടുണ്ട്. തലേദിവസം തന്നെ വചനഭാഗം എടുക്കും. പിറ്റേ ദിവസം ബൈബിളിലെ വചനഭാഗം നമ്മുടെ കലണ്ടറിലൊക്കെ സാധനം അടിച്ചു വരുമല്ലോ, ആ വചനഭാഗം ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പിറ്റേ ദിവസത്തെ വചനഭാഗമാണ് വായിച്ച് ഒരുങ്ങുന്നത്. ഇങ്ങനെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ദേവാലയത്തേക്ക് പ്രാർത്ഥനാപൂർവ്വം വന്ന് നമുക്ക് ഒരുങ്ങാം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രചോദനകരമാകുവാൻ, വിശുദ്ധ കുർബാന ഏറ്റവും മനോഹരമായ അനുഭവമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. കുടുംബം മുഴുവൻ ഒന്ന് ചേർന്നിരിക്കട്ടെ. സാധിക്കുന്ന എല്ലാവരും മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം, കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിക്കാം. തമ്പുരാന്റെ വിശുദ്ധ അൾത്താര സ്നേഹപൂർവ്വം ഒന്ന് സ്മരിക്കാം. ഗാഗുൽത്തായിലെ വിശുദ്ധ ബലി, ഈശോയുടെ കുരിശുമരണം, അതിനുശേഷമുള്ള ഉത്ഥാനം, എല്ലാം ഓർമ്മിക്കപ്പെടുന്ന ആവർത്തിക്കപ്പെടുന്ന പരിശുദ്ധ ബലി. തമ്പുരാനെ, ഇതാണ് എൻ്റെ അഭയസ്ഥാനം. ഈ അൾത്താരയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം. അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന മുറിക്കപ്പെടുന്ന നിന്റെ തിരുശരീര രക്തങ്ങളാണ് എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം. എൻ്റെ ആത്മാവ് ജീവിക്കേണ്ടതും എൻ്റെ ശരീരം ഏറ്റവും മനോഹര വിശുദ്ധമായ ആലയമായി തീരേണ്ടതും നിന്നെ ഭക്ഷിച്ചും നിന്നെ പാനം ചെയ്തുമാണ്. തമ്പുരാനെ, വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരാനായി മടിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഇതുപോലത്തെ കാര്യങ്ങൾ മടിയോ എന്തെങ്കിലും തടസ്സമോ നേരിടുന്ന കുടുംബങ്ങളോ മക്കളോ ഉണ്ടെങ്കിൽ, ഈ നിമിഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങളെല്ലാം ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ സൗഖ്യം അനുഭവിക്കപ്പെടട്ടെ. അൾത്താരയോട് സ്നേഹമുണ്ടാവട്ടെ. വിശുദ്ധ ബലിയോട് കൊതി ഉണ്ടാവട്ടെ. കുടുംബം ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന കുടുംബമായി തീരട്ടെ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ തലകൾ കുമ്പിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും മധുര